നിമിഷങ്ങൾക്കകം തന്നെ ഡൽഹിയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ അതോ അധികാരത്തിൽ ആം ആദ്മി പാർട്ടി തന്നെയാകുമോ എന്നതിന്റെ ആദ്യ സൂചനകൾ കിട്ടാൻ പോവുകയാണ്. രാജ്യമെങ്ങും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഡൽഹി മാറുകയാണ്. ഡൽഹി എന്ന കൊച്ചു സംസ്ഥാനമാണ് എങ്കിൽ പോലും ഡൽഹിയിലെ ജനവിധി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ബി.ജെ.പിക്ക് കഴിഞ്ഞ 27 വർഷമായി ഡൽഹിയിൽ ഭരണത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് നാഷണൽ ക്യാപിറ്റലിൽ ഇങ്ങനെ ബി.ജെ.പിക്ക് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നത് പലപ്പോഴും ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ പൊതുവെ മോശം ആയ ഒരു അവസ്ഥയാണ്. അതിൽ നിന്ന് ഒരു മോചനം ബി.ജെ.പിക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ്. കോൺഗ്രസിന് പക്ഷേ ഒരു തിരിച്ചുവരവിന്റെ സൂചന ഡൽഹിയിൽ കാണുന്നില്ല. പക്ഷേ 1-2 സീറ്റുകൾ നേടി വൈപ്പ് ഔട്ട് ആയിട്ടില്ല. അവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഡൽഹി ജനതയുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല കോൺഗ്രസ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരവസരം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ കടുത്ത മത്സരം കോൺഗ്രസും പ്രകടിപ്പിക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള ആരോപണങ്ങൾ ആദ്യം ഉന്നയിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. അത് പിന്നീട് ബി.ജെ.പി ഏറ്റെടുക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അരവിന്ദ് കെജ്രിവാളുമായി കൂട്ടുകൂടുവാൻ കോൺഗ്രസ് തയ്യാറായി എന്നുവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഒരു കുറവും കോൺഗ്രസ് വരുത്തിയിട്ടില്ല. അതിന്റെ തീഷ്ണതയോടുകൂടി തന്നെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിച്ചത്. അതിനാൽ തന്നെ പരമാവധി വോട്ടുകൾ നേടുവാൻ കോൺഗ്രസും ശ്രമിക്കുകയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിച്ചു പോകുമോ എന്നുള്ള കാര്യമാണ് അറിയുവാനുള്ളത്. അത് ആം ആദ്മി പാർട്ടിക്കായിരിക്കും ദോഷകരമായി മാറുന്നത്. ഇതിന്റെ എല്ലാം സൂചനകൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തു വരികയാണ്. മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് വോട്ടുകൾ ബി.ജെ.പിക്ക് നിർണായകമാണ്. അതിന്റെ ആദ്യ സൂചനകളും കിട്ടിത്തുടങ്ങും അല്പസമയത്തിനകം. ഇലക്ഷൻ ബ്രേക്കിംഗ് ആണ്. വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുകയാണ്. റിയൽ നമ്പേഴ്സ് അല്പസമയത്തിനകം വരും. ഇതുവരെ അറിഞ്ഞിട്ടുള്ളത് എക്സിറ്റ് പോൾ നമ്പറുകൾ മാത്രമാണ്. അതിൽ നിന്ന് മാറി എന്താണ് ഡൽഹിയുടെ മനസ്സിലുള്ളത് അക്കാര്യം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വെളിയിൽ വരാൻ പോവുകയാണ്. 70 സീറ്റുകളുള്ള ഡൽഹിയിൽ 36 സീറ്റുകൾ എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതിന്റെ ആദ്യ സൂചന വരികയാണ്. കേവല ഭൂരിപക്ഷം നേടുക ആം ആദ്മി പാർട്ടിയാണോ ബി.ജെ.പി ആണോ എന്ന കാര്യത്തിലാണ് ഇനിയുള്ള സസ്പെൻസ് ബാക്കിയുള്ളത്. കോൺഗ്രസ് ഏത് രീതിയിലാണ് ഓരോ മണ്ഡലങ്ങളിലും വോട്ടുകൾ നേടുക, അതെങ്ങനെയാണ് ആം ആദ്മി പാർട്ടിയുടെയും ബി.ജെ.പിയുടെയും വിജയത്തെ സ്വാധീനിക്കുക തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വരാൻ പോകുന്ന. താമര വിരിയുമോ ഡൽഹിയിൽ എന്നുള്ളതാണ് ആ ഒരു ചോദ്യം ഉന്നയിക്കേണ്ടി വരികയാണ്. കാരണം ഡൽഹി അല്ലെ രാജ്യം ഭരിക്കുന്ന ബി.ജെ.പിക്ക് ഡൽഹി ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രാജേഷ്, എന്തെങ്കിലും അപ്ഡേറ്റ് വിവരങ്ങൾ കിട്ടുന്നുണ്ടോ ഇപ്പോൾ? ഏതായാലും വോട്ടെണ്ണൽ ഇപ്പോൾ ആരംഭിച്ചു. ലീഡ് നില സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വോട്ടെണ്ണൽ അല്പം മുമ്പ്, സെക്കൻഡുകൾക്ക് മുമ്പ് ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത്. പോസ്റ്റൽ വോട്ടുകൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും 8:15 കൂടി തന്നെ മറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലേക്കും വോട്ടെണ്ണൽ ആരംഭിക്കും. ഒരു 10:00 കൂടി തന്നെ ഡൽഹി എങ്ങോട്ട് എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പായും തീർച്ച പറയാൻ സാധിക്കും. ഏതായാലും 8:30 കൂടി തന്നെ ട്രെൻഡ് മനസ്സിലാവുകയും ചെയ്യും. സാധാരണഗതിയിൽ ഒരു ആദ്യ അരമണിക്കൂർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യ അരമണിക്കൂർ തന്നെ ഒരു ക്ലീൻ സ്വീപ്പിന്റെ മോഡിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അപ്പോൾ അതുപോലെയാണോ അതോ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കുമോ? ഇനി കോൺഗ്രസ് സർക്കാർ രൂപീകരണത്തിൽ കോൺഗ്രസ് ഒരു നിർണായക ഫാക്ടർ ആയിരിക്കുമോ? കോൺഗ്രസ് ഒരു വോട്ട് കട്ടറായി മാറുമോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ റിസൾട്ട് അല്ലെങ്കിൽ ആദ്യ ഫലസൂചനകൾ അല്പസമയത്തിനും തന്നെ ലഭിക്കുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ അല്പം മുമ്പ് വോട്ടെണ്ണൽ ആരംഭിച്ച് ഏതാണ്ട് 1 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. അല്പസമയത്ത് തന്നെ ആദ്യ ഫലസൂചനകൾ ലഭ്യമായി. അതുപോലെ തന്നെ ചില നിർണായകമായ